So, good evening, everyone. So, welcome to the new episode of Good to Great series. I'm extremely happy to have the man himself, Joy Alukas. എല്ലാവർക്കും പുറത്തുനിന്ന് കാണുമ്പോൾ ജ്വല്ലറി ബിസിനസ് ഭയങ്കര രസമുള്ള ബിസിനസ്സാണ്. നേരത്തെ എ സിയിലിരുന്നാൽ മതി കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷേ ഞാൻ ഈ 5 വർഷം കൊണ്ട് പഠിച്ച കാര്യം ഇത്രയും ടഫായിട്ടുള്ളൊരു ബിസിനസ് വേറെയില്ല. ഒരുപാട് ജ്വല്ലറി ഉണ്ടായിട്ടുണ്ടെങ്കിലും വളരെ കുറച്ച് വിരലുണ്ടാവുന്ന ആൾക്കാരല്ലേ ഇത്രയും നന്നായിട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു മാജിക്, ചെയർമാൻ്റെ മാജിക് എന്താണ്? ഞാൻ എൻ്റെ ഫാദർ പഠിപ്പിച്ചു തന്നൊരു കാര്യം ഫിനാൻസാണ്. ഫിനാൻസ് നോക്കിയില്ലെങ്കിൽ ഒരു കാര്യമില്ല കച്ചവടത്തിൻ്റെ. ഫിനാൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏത് ബിസിനസ്സിലും നമ്മൾ രക്ഷപ്പെടും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കച്ചവടക്കാരൻ്റെ ഫിനാൻസ്. എനിക്കിതൊരു ഹരമാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഹരമായിട്ടുള്ള ആൾ അതിനകത്ത് എപ്പോഴും ഉണ്ട്. ഇവിടെ ഇപ്പോഴത്തെ സാധാരണ കുട്ടികൾക്ക് ഞാനിപ്പോൾ എൻ്റെ ഇവിടെ വൈഫ് ടൂർ പോകാന്ന് പറഞ്ഞാൽ വരില്ല. ഷോപ്പില്ലാത്തടത്ത് പോകാമെന്ന് പറയും. എന്നാൽ ഷോപ്പിലെടുത്ത് പോകാമെന്ന് ഓസ്ട്രേലിയ പോയി. ഷോപ്പില്ലാത്ത സ്ഥലമുണ്ട്, അവിടെ പോയി 2 സ്ഥലം എടുത്തു. എനിക്കിപ്പോൾ 70 വയസ്സാണ്. ഇപ്പോൾ ഈ 2-3 മാസം കഴിഞ്ഞാകും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇത് മതിയാക്കി കൂടെ എന്നൊക്കെ ചോദിക്കുകയെ. എനിക്ക് തോന്നുന്നത്, ഞാൻ എപ്പോഴും പറയും 20 വർഷം കഴിഞ്ഞാൽ നിർത്തും. അതെല്ലാ കൊല്ലം 20 വർഷം എന്ന് പറയാറുണ്ട്. ഇപ്പോൾ 20 വർഷം എന്ന് പറയുമ്പോൾ ഇനി 90 ഇയർ ആവും. ഇവിടെ നാട്ടിൽ വളരെയധികം പേര് റെസ്റ്റോറൻറ്റുകൾ തുടങ്ങുന്നുണ്ട്. ഒരു മൂലയ്ക്ക് നിന്ന് തുടങ്ങി വരുന്നു, വേറെ മൂലയ്ക്ക് നിന്ന് പൂട്ടി വരുന്നുണ്ട്. 6 മാസം, 1 വർഷം, 1.5 വർഷത്തിനകത്ത് റെസ്റ്റോറൻറ്റ് പൂട്ടും. എന്തായാലും ചില റെസ്റ്റോറൻറ്റിന് വേണ്ട എംപ്ലോയീസിൻ്റെ എണ്ണത്തെ പറ്റിയിട്ട് നടത്തുന്ന ആൾക്ക് യാതൊരു വിവരവുമില്ല. അവർ തുടക്കത്തിലൊരു ആവേശത്തിൽ കൊണ്ട് കുറേ പേര് വെച്ച് തുടങ്ങും. പക്ഷേ അവസാനം ചില റോട്ടിലേക്ക് കാണാൻ ബോർഡ് വെച്ചിട്ട് ഹോട്ടലിൽ നിന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ച് നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ടൊന്നും ഹോട്ടൽ റൺ ചെയ്യാൻ പറ്റില്ല. ചെയർമാൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് കോമ്പറ്റീഷനെ റെസ്പെക്റ്റ് ചെയ്യുക, പഠിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കച്ചവടത്തിൽ എല്ലാ രംഗത്തും കോമ്പറ്റീഷൻ ഉണ്ട്. കോമ്പറ്റീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോമ്പറ്റീഷൻ വളരെ നെസസിറ്റിയാണ്. കോമ്പറ്റീഷൻ വേണം, എന്നാലാണ് കച്ചവടക്കാരനും അപ്ഗ്രേഡ് ചെയ്യുള്ളൂ, കസ്റ്റമേഴ്സിനും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. നല്ല കാര്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കോപ്പി അടിക്കാം. ഇതിൽ വേറെ കോപ്പി റൈറ്റൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ എവിടെയെങ്കിലും നടക്കുകയാണെങ്കിൽ അത് പതുക്കെ സ്മഗിൾ ചെയ്യും. ഞാൻ ഇതിൻ്റെ ഇൻറ്റീരിയർ മുതൽ ഞാൻ അതിൽ ഇടപെടും. എൻ്റെ എല്ലാ സ്ഥാപനത്തിൻ്റെ ഇൻറ്റീരിയർ ഞങ്ങൾ തന്നെയാണ് വരയ്ക്കുന്നത്. ഞാൻ ഹെഡ് ഓഫ് ദി ആർക്കിടെക്റ്റ്. എൻ്റെ കൂടെ 5 ഡ്രാഫ്റ്റ്മാൻമാരുള്ളൂ. അപ്പോൾ എനിക്കിതിനോട് ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങളുടെ പാർട്ടീഷൻ നടന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോഴും തൃശ്ശൂർ കോപ്പി ഹൗസിൻ്റെ മൂലയ്ക്ക് അല്ല ഷോപ്പിൽ നിന്ന് വന്നിരിക്കുള്ളൂ. കാരണം ഓരോ ബ്രദേഴ്സും ഓരോ ടൈപ്പാണ്. അപ്പോൾ ഞാനെപ്പോഴും പറയാം, ചില ഫാമിലി പറയും, നിങ്ങൾ ഒരു വർക്ക് മുറ്റായി കഴിഞ്ഞാൽ സെപ്പറേറ്റഡ് ആവണം. ഇഷ്ടമുള്ളവണ്ണം ചെയ്യാമല്ലോ. അതിനിടയ്ക്ക് ആകെ നമുക്കുള്ളൊരു പാര വരുന്നത് ഇന്നത്തെ യങ്സ്റ്റേഴ്സാണ്. ഇപ്പോൾ സ്കൂളിങ് കഴിഞ്ഞ് കോളേജിൽ പോയി കഴിഞ്ഞാൽ സ്വർണം വേണ്ടെന്ന് പറയുന്നത്. അതെന്താ, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഒരു പിടിയും കിട്ടുന്നില്ല. ഈ വീഡിയോ എടുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഒരുപാട് ലേണിങ്സ്. ചെയർമാൻ വളരെ സട്ടിലായിട്ടും വളരെ തമാശ രീതിയിൽ വളരെ കൊളോക്കിയലായിട്ടാണ് സംസാരിച്ചതെങ്കിലും ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എടുക്കാനുണ്ട്. ചെയർമാൻ ഉപയോഗിച്ച വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ലഹരി. കാരണം നമ്മൾ ഈ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു ലഹരിയാണ്. ആ ലഹരിയായിട്ട് തന്നെ അതിനെ കാണണം. ആ ലഹരിയാണ് ആദ്യത്തെ ഡ്രൈവ്. രണ്ടാമത്തെ കാര്യം ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എങ്ങനെയാണ് ഏതൊരു സംരംഭത്തിൻ്റെയും കാണുന്നത്, ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ചെയർമാൻ അത് പറഞ്ഞിരിക്കുന്നത്, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. മൂന്നാമത്തെ കാര്യമാണ് ഇതൊക്കെ ഞാൻ പെട്ടെന്നുള്ള മെമ്മറിയിൽ പറയുന്ന കാര്യങ്ങൾ. അതായത് എംപവർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ, കാരണം നമ്മുടെ താഴെ ഷോപ്പ് ഫ്ലോറിൽ വന്ന ആൾക്കാരെ നമ്മൾ എംപവർ ചെയ്തു, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു റെഡ് ലൈൻ എവിടെയോ വെക്കുന്നുണ്ട്. പിന്നെ 4ാമത് ലെഗസിനെ കുറിച്ചുള്ള കൂടുതൽ ധാരണകൾ വേണ്ട. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നു ആ അന്നത്തെ ദിവസം അല്ലെങ്കിൽ ഒരു വർഷം വരെ മാക്സിമം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ജോയ്, സ്പ്രെഡിങ് ജോയ്. അതായത് എല്ലാവരെയും നമ്മൾക്ക് ആരെക്കുറിച്ചും മോശമായിട്ടില്ല, നമുക്ക് സന്തോഷമായിട്ടിരിക്കുക.